ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. 16 കൊല്ലം മക്കളില്ല. 16 കൊല്ലം, ഒരു 6 കൊല്ലമല്ല, 16 കൊല്ലം. 16ാമത്തെ കൊല്ലം അവിടെ ഉടമ്പടി ചെയ്ത് 3-ാം മാസം ഒരു പ്രഗ്നൻ്റായി. കുഞ്ഞിനെ കൊണ്ടൊന്ന് സാക്ഷ്യം പറയുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഇടപെടൽ വേറെ ഒരു ലെവലിലാണ് ആ സംഭവം പോണത്. ഈ IUF ഉള്ളാന്ന ലോകത്ത് തന്നെയാണ് ഇവർ 16 കൊല്ലം മക്കളില്ലാതെ നടന്നത്. പക്ഷേ ഇത് കർത്താവുമായിട്ട് അവരൊരു ഉടമ്പടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമായി മാറും. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആവശ്യമായിട്ട് പ്രാഥമിക ഉടമ്പടി ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് പതുക്കെ ഉടമ്പടി ചെയ്യാനുള്ള അനുവാദവും അനുഗ്രഹവും യോഗ്യതയും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അല്ല, പേപ്പറിൻ്റെ കളർ മാറ്റിയാൽ ശരിയാകത്തില്ല. വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അധികാരം കൂടണത്. അധികാരം കൂടും. പിന്നെ ഉടമ്പടിയിലുള്ള ഒരു വിഷയം എന്താ? അത് പ്രാർത്ഥന. ചില കാര്യം ഇപ്പം 16 കൊല്ലം ഇവർ പ്രാർത്ഥിച്ചില്ലേ? 16 കൊല്ലം ഇവർ മക്കളില്ലാതെ ആൾക്കാർ 16 കൊല്ലം പ്രാർത്ഥിച്ച് കാണുമല്ലോ. എന്നാൽ പിന്നെ എന്താ 16 കൊല്ലത്തിലൂടെ ആ പ്രാർത്ഥനയ്ക്ക് മക്കളില്ലാതെ ഇറങ്ങുന്നത്? അതിൻ്റെ അപ്പുറത്ത് കുറേ സാധനങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന് പ്രഖ്യാപനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. 10 പത്രം മനുഷ്യടുത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തലക്കസുഖമാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്ത് പത്രം ചുമന്നുകൊണ്ട് നടക്കണം. നാണമുണ്ടോ നിങ്ങൾക്കൊന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നാണമില്ല കർത്താവിന് വേണ്ടി. ഞങ്ങൾക്ക്, ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ തലമുറ 2000 കൊല്ലമായിട്ട് നാണമില്ലാത്തവന്മാരാണ് ഇത് ഉണ്ടാക്കിയത്. അവർ ആടുകളുടെ കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് വെയിലത്തൂടെ അവർ നടത്തിയിട്ടുണ്ട്. അവരെ മരത്തെ തൂക്കി അസ്ത്രമേത് കൊന്നിട്ടുണ്ട്. അവരെ കട്ടിലിട്ട് വറുത്ത് കൊന്നിട്ടുണ്ട്. അവരുടെ ഇന്നത്തെ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നാണമില്ല. എന്ത് കാര്യം? കർത്താവിന് ലോകത്ത് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് നാണമില്ല. നീ ഇന്ന് ഞങ്ങളെപ്പോലെ നാളെ നീയും കർത്താവിനെ പ്രഘോഷിക്കുന്നൊരു കാലം ഉണ്ടാകുമെന്ന് പറയണം. അതാണ് അധികാരം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ മക്കളെ, റോമ 10:9 അനുസരിച്ച് കൊണ്ട് ഏറ്റുപറച്ചിലാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. ഏറ്റുപറയണ എന്താണ്? മത്തായി 10:32 അനുസരിച്ച് കൊണ്ട് മനുഷ്യരുടെ മുമ്പ് ഏറ്റുപറയണം. അല്ല വീട്ടിൽ അടുക്കളയിൽ കുത്തിരുന്ന് ഏറ്റുപറയണ കാര്യമല്ല ഇത്. അടുക്കളയിൽ കുത്തിരുന്ന് നമുക്ക് 1000 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലാം. പക്ഷേ നീ ഒരു കൊല്ലം ചൊല്ലിയാൽ 25 പോയിൻ്റ് കിട്ടത്തുള്ളൂ. എന്താ കാര്യം? ഏറ്റുപറച്ചിലില്ല അതിൻ്റെ അകത്ത്. ഏറ്റുപറയണേ പുറത്തോട്ടിറങ്ങണം. ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ പോകണം. ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് കിട്ടണ നിന്നാപമാനങ്ങളെയൊക്കെ ഏൽക്കേണ്ടി വരും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷെ അതിൻ്റെ പോയിൻ്റ് എത്തിയുണ്ട്. 45 പോയിൻ്റാണ്. 45 ഏറ്റുപറച്ചിലും 45 പോയിൻ്റാണ്. ഈ ഉടമ്പടി എന്തുകൊണ്ടാണ് കത്തി നിൽക്കുന്നത്? ഓരോ ദിവസവും പുതിയ സാക്ഷ്യങ്ങളുമായിട്ട് ഇത് മുന്നേറാൻ കാര്യം എന്താണ്? പുതിയ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇടിവെട്ട് പാർട്ടിയാണ് വരണം ഇപ്പം. അതായത് നിങ്ങൾക്കറിയാമല്ലേ, മാർത്തോമാ സഭയിൽ ബൈബിളല്ലാതെ അവർ വേറെ ഒന്നും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് ഇന്ന് അവർ ഉടമ്പടിയിലേക്ക് വന്നിട്ട് ഉടമ്പടിയുടെ മുഴുവനോ അനുധാരികളെ അവർ നിവർത്തിയാക്കിയിട്ട് അവർ രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ച് കർത്താവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? പ്രയോഗമാണുള്ളത്. അപ്പോൾ വിശ്വാസത്തിന് ഏറ്റുപറച്ചിൽ പോലെ തന്നെ മൂന്നാമത്തൊരു ഘടകമുണ്ട് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിലെ. ഒന്നെന്താണ്? ആദ്യത്തേത് എന്താണ്? പ്രാർത്ഥന. അത് നമ്മളെല്ലാവരും ചെയ്യണതാണ്. 25% പോയിൻ്റാണ് അതിനുള്ളത്.
രണ്ടാമത്തെ എന്താണ്? പ്രഖ്യാപനം. അതിന് 45% എന്താണത്? യേശു കർത്താവാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുക. അതിൻ്റെ അകത്ത് പ്രസംഗമുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്. ഈ മാർത്തോമ ഡോക്ടർ പറഞ്ഞ എന്താ, പള്ളിയിൽ പോയിട്ട് അവിടെ ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പത്രം അവിടെ ആ പള്ളി കെട്ടുകെട്ടാണ്ടിരിക്കുകയും ഞാൻ അതെല്ലാം എടുത്ത് പള്ളിക്ക് ചുറ്റും നടന്ന് എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് ഈശോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അവരോട്. അതാണ് ഏറ്റുപറച്ചിലെന്ന് പറയണത്. അത് നിങ്ങളുടെ അടുക്കളയെ മൂലയ്ക്ക് ഇട്ടത്തിരുന്നുണ്ട് ഈ പിച്ചിമ്പയും പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. ഈ സംഭവം ഇറങ്ങി പ്രവർത്തിച്ച് പുറത്തുള്ളവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് യേശു കർത്താവാണെന്ന്. ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഈ രീതി വരുക? ഒരിക്കലും വരത്തില്ല. ഇത്ര ഒത്തിരി പേര് ഈ മേഖലകളിൽ ഇപ്പോഴും വിശ്വാസത്തിൽ വളർന്നു വരുന്നുണ്ട്, വിശ്വാസ കൈമാറ്റത്തിലൂടെ വളരുന്നുണ്ട്, അവരുടെ അധികാരം വർദ്ധിച്ചു വരുന്നുണ്ട്. എൻ്റെ മക്കളെ, ഉടമ്പടി ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അധികാരം വർദ്ധിക്കുന്നത് കാണാം. മൂന്നാമത്തെ സംഭവം എന്താണ്? വിശ്വാസം എക്സ്പ്രഷൻസ്, പ്രാർത്ഥന. ദാറ്റ് ഈസ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, പ്രേയർ. രണ്ടാമത്തെ എന്താണ്? പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ഏറ്റുപറയുക. അതിനാ പ്രഖ്യാപനം എന്ന് പറയണത്. മൂന്നാമത്തത് എന്താണ്? പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത്. എന്താണത്? വിശ്വാസ പ്രയോഗം. അതാണ് ഉപ്പെന്നൊക്കെ പറയണത്. വിശ്വാസ പ്രയോഗമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ, ഞാൻ സ്കാനിങ് ബോർഡ് ടേബിളിൽ ചെല്ലുന്ന മുമ്പ് തന്നെ, അതിനെ കിടക്കണ മുമ്പ് തന്നെ ഞാൻ, എൻ്റെ കർത്താവേ, ഇനിയെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു, ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. പ്രയോഗമാണത്. അതാണ് പ്രയോഗം എന്ന് പറയണത്. ഉടമ്പടി പ്രയോഗങ്ങൾ കൂടുതലാണ്. ഉടമ്പടി തൈലം എന്തിനുള്ളതാണ്? പ്രയോഗത്തിനുള്ളതാണ്. ഉടമ്പടി ഉപ്പ് എന്തിനാണ്? വിശ്വാസ പ്രയോഗത്തിനുള്ളതാണ്. നമ്മുടെ കൂദാശകളെല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ദൈവശാസ്ത്രത്തിൽ ഇതിന് വസ്തുവും ട്യൂബവും എന്ന് പറയും. എല്ലാ കൂദാശകൾക്കും വസ്തുവുണ്ട്. ചെയ്യാനുള്ളതാണ് വസ്തു, ചെല്ലാനുള്ളതാണ് രൂപം എന്ന് പറയണത്. ഉപ്പ് ഇടുമ്പോൾ അത് വസ്തുവാണ്. ഉപ്പിട്ടിട്ട് നമ്മൾ ചെല്ലണത് എന്താണ്? അതിൻ്റെ രൂപം എന്താ? വിശ്വാസപ്രമാണമാണ്. അതെന്താ? വിശ്വാസപ്രമാണത്തിൻ്റെ ജിസ്റ്റ് എന്താണ്? യേശു കർത്താവാണ്. അതാണ് നമ്മൾ പറയണത്. യേശു കർത്താവെന്ന് പറയുന്നതിൻ്റെ ബ്രോഡർ ഫോമാണ്, വലിയ ഫോമാണ് വിശ്വാസപ്രമാണം. അത് വിശ്വാസപ്രമാണം ചൊല്ലി തീർക്കരുത്. വിശ്വാസപ്രഖ്യാപനം അത് പ്രഖ്യാപനമാണ്. ഓരോ വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ പറയണം എന്താണ്? യേശു കർത്താവാണ്, യേശു കർത്താവാണ്. Thanks to Lord Jesus Christ and Mother Mary for making us worthy to stand in this altar. My name is Julie Joseph and this is my husband Joseph. We are from Mangalore, Totatadi parish. So basically, I took the covenant first in 2022, 1st November. So after the first renewal of my covenant, we were witnessing miracles every day. We both do a business, basically food products. So the first testimony is, we had, for the use of our business, we had booked a machine, a packaging machine, but we didn't know the opposite team was an unfaithful businessman. So before inquiring about him, we paid the advance of around 12 lakhs. That was a huge sum because we had done a big investment just before COVID, and as COVID struck, our business had fell very badly and it was at the verge of closure. And at the same time, this machine thing also happened. So we were like, as a security or as the proof of what the payment, we had got a check from him of the same amount what we had given the advance. So he was like, he dodged our calls, and whenever we communicated with him, he was giving multiple dates. So 1 year was over and the expiry of the check was also over. So after a year passed, we knew that he was cheating us. So we went legally, but humanly it is impossible to go to a court with an expired date of check. But
with the intervention of Mother Mary and the grace of Lord Jesus Christ, our case was accepted in the court. So when it was accepted only, we were like half happy. And the court generated a arrest warrant for the opposite party. So the next task was how to get this man to come to court. So for that also, Mother Mary's intervention and Lord Jesus' helped us. The man, he himself came to the court and agreed in front of the court that he has taken this much amount of money from us, and also the court rule out in our favor and asked the opposite team to pay whatever advances he had taken from us in installments in coming 12 months. So that was, if you know any legal side of Indian law, you can understand that with an expired check, it is not even possible to get the case accepted. But we firmly believe that it's only not in our merit, but only by God's grace, the case accepted and the money was, it's returned in installments now. So this is the first testimony. And as I said, our business was about to fall. It was deeply stuck because we had invested a very huge amount just before COVID. And after taking covenant, I prayed, God, it's in your hands. So whatever man builds, it's you who decide to let it be or let it get destroyed. So like that, our business also, it's you who is to decide it should get continued or not. So in my covenant, I placed a date. I put a date like November 15th. By this date, just make me realize whether we have to go forward with this business or we have to close this out, or we have to look for any other options. So on November 15th, that was also a very big miracle at that time for us. A very big business deal we got. And after my third renewal, this was after my second renewal. After my third renewal of the covenant, we managed to get back to the track in our business. So slowly we managed. We were at the verge, like if we don't pay the EMIs at time, it was already going to NPAs and all. Now we are a bit stable by the help of God, by the intervention of Mother Mary. We are just stable right now. One more testimony is that I was always feeling guilty that because we both were very busy, as our business was not good and we were behind that. Even in the family also there was less communication because we couldn't look after more engaged. Couldn't get engaged with our children also. So we were like, everything was very unstable. So at that time, even after taking the covenant, I felt really guilty that I can't even do any service to anyone. So I'm not fulfilling the covenant requirements. So I was always feeling guilty. By that time, my husband, he was without any pressure, but he was skeptical in the beginning that should I take the covenant or not, whether I will be able to follow it. But without any pressure or without me asking him, he himself came here and took the covenant. He himself took the covenant and he is following very intensely, and his faith is raised better than mine. I can say he is honestly following the covenant. So that is a major difference we felt after taking covenant in our family, because our faith, even our kids, even us, our faith has increased, improved from a lot better than back. As I told, there was no chance of service. So I was always feeling guilty. I'm not covering all the requirements of the covenant. But our neighbor, she is an autistic woman, and also she is bit unstable. He has unsound mind. Yeah, she has one child, and that is also unstable. Her husband is like deaf and mute, so there was nobody to look after them.
and she got bedridden in a state that, in a very unhygienic state, and nobody could go near her because she was unstable in mind. She was like physically attacking people who were going near to her. She doesn't know whether they are coming to help her or not, so she was like physically attacking them. So nobody would go there. So she was in very unhygienic state. She was bedridden. So one day I got to know this from somebody, and I took some of my neighbors also to the house. Initially, she started attacking us physically. I prayed with the covenant medal was in my hand. I prayed with it, and then we entered the house. We started to clean her. We started to clean whole house. We bathed her, and we cleaned all her. Even she was passing the motion on the bed itself. So that also we cleaned, and as per me, it was like I was just looking after her like my own kid. So I didn't feel any disgust. I didn't feel any, or I was not ashamed or embarrassed, or I was not getting angry hearing the bad words from her or a physical attack. Nothing I was feeling. I was just praying rosary for each. Every time I was praying Hail Mary. So after her demise, she got a very good demise, because at the time of her death, she was clean, almost sound-minded, and she thanked us. So that was like, it was really touching for me, and I strongly believe that it's only because of Mother Mary's intervention I could do so. Or the mothers, even though the room was unhygienic, the smell, first 2 days there were very unhygienic stool smells, but from the 3rd day onwards, I always took the blessed oil to her, always put cross on her using blessed oil. From 3rd day onwards, the room smelled pleasant. Though she was a bedridden patient, the room felt pleasant. So I understood the mother's presence there. So that changed me. And the place where we stay, it's like there are more non-Christians. So we always give Kripasanam newsletters to them also. And as I told, we run a food factory. So the transportation system, it's used by third-party transportation system. So drivers from different places, some from Tamil Nadu, some from Telangana, all the places come there. So we just directly give this Kripasanam newsletters in their own language to them. Nobody ever have declined it. Everyone, we feel like, will they decline? Will we be embarrassed in front of them? But nothing has, nothing like that was, until now, we haven't faced like that thing. All with the happy, pleasantly, they take this Kripasanam newsletters, they read it, even they don't know where this place is. We tell them this place is like this, it's a Marian shrine. There are a lot of miracles and testimonies happening there. If you have any problem, you go there while you drive, keep this newsletter in front of your wheels and pray, nothing will happen. So we with Kripasanam newsletters, we do that. And whenever we go for any business deals or any office or any documents, if they ask to submit, we use blessed salt. Without putting blessed salt, we don't pass any documents from our office. At the verge of closures also, at the verge of this NPA bank thing also, we were like just sitting and praying rosary. There were multiple calls from the banks, but we sit, pray rosary and tell them by evening it will be done. But we don't know from where the funds will come. But we just say by evening it will be done. And till date, because of Mother Mary's intervention and Lord Jesus' blessing, nothing sort of happened and we are still stable. And see, this is from past 3 years, I am in covenant, past 2 years, he is in covenant. So, see, we were only believing in logic, but this is the God's thing. It's not under logic. It's God's logic. We can't, man is not worthy to understand, or man cannot understand that. But let the
let us give time to God, let His wish unfold in time, because He knows what's the right time. Only He knows what's the right time for us. And this is our testimony, and we thank Lord Jesus Christ and Mother Mary for all the interventions until now. പ്രതിസന്ധികളെ നേരിടാനുള്ള വലിയൊരു ശക്തിയാണ് ജീസസ് എന്ന വലിയ ശക്തി. ജീസസ് എന്ന വലിയ ശക്തിയിലൂടെ മാതാവ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും വേണ്ടി മാത്രമാണ്. 28,000 കോടി രൂപ അക്കൗണ്ടിലുണ്ടെങ്കിലും 28 രൂപയില്ലാത്തവരെയും മാതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷിക്കുമെന്നുള്ള പവറാണ് ഇവിടുന്ന് കിട്ടുന്നത്. പുറത്തിറങ്ങുന്ന എല്ലാവർക്കും ഇവിടുന്ന് മാതാവിനെ കൊണ്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം പണം മാത്രമല്ല, അക്കൗണ്ടിൽ കിടന്നാൽ സമാധാനം കിട്ടുകയില്ല. പക്ഷേ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോയാൽ 28,000 കോടി രൂപ അക്കൗണ്ടിലുണ്ടെങ്കിലും ആ ആൾക്ക് സമാധാനം കിട്ടിയിരിക്കും. താങ്ക് യു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഈ ആൾത്താരയിൽ നിർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിവില. ഞാൻ വരുന്നത് ചാലക്കുടി കുറ്റിക്കാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 10 ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യൂട്യൂബിൽ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അവൾ പഠിക്കാൻ അല്പം മോശമായിരുന്നു. പരീക്ഷകൾക്കെല്ലാം തീരെ മാർക്കില്ലായിരുന്നു. ആ സമയത്ത് അവൾ പരീക്ഷകൾക്ക് പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണുകയും അതിൽ ഞാൻ അവൾക്ക് 77% മാർക്കെങ്കിലും നൽകി അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 78.5% നൽകുകയും +2-ന് അവൾക്ക് 95.5% നൽകി അവൾക്ക് നല്ലൊരു വിജയം നൽകുകയും ചെയ്തു. മാതാവ് അതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ഒരു 3ാമതായി ഒരു സർജറി ഡോക്ടർ പറഞ്ഞപ്പോഴാണ്. എനിക്ക് ചെറുകുടലിന് ക്രോൺസ് ഡിസീസസിന് 2 സർജറി ഇതിക്ക് മുന്നേ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത് എൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈനും റെക്റ്റത്തിനും സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ സമയം എൻ്റെ ബോഡി നല്ല വീക്കും എൻ്റെ വെയിറ്റ് ഭയങ്കര ലോയുമായിരുന്നു. അത് ചെയ്യുന്നത് ഒത്തിരി കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് എൻ്റെ മാതാവേ എൻ്റെ ഈ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുമായിരുന്നു. ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് സമ്മതിച്ചൊന്നുമില്ലായിരുന്നു. പിന്നീട് ഈ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും തേനും ഉപ്പും വെള്ളത്തിൽ ചാലിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ഇനി സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം ഞങ്ങളുടെ തിരിയിൽ തെളിഞ്ഞു വന്നു. ഈ മാതാവിൻ്റെ രൂപം കണ്ടതുവഴി മാതാവ് തന്നെയാണ് എനിക്ക് ഈ സർജറി ഒഴിവാക്കി തന്നതിന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതിന് കോടാനുകൂടി നന്ദി. അടുത്തത് ഞങ്ങൾ 12 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു വീടെന്ന സ്വപ്നം ഞങ്ങളുടെ ഒത്തിരിയേറെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടി എടുത്ത വർഷം തന്നെ ഞങ്ങൾ 12 സെൻറ്റ് സ്ഥലമെന്ന് വിചാരിച്ചെങ്കിലും 13 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. വീട് വയ്ക്കാൻ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് ജപമാല റാലി പങ്കെടുക്കുകയും ആ പിറ്റേ മാസം തന്നെ വീട് വയ്ക്കാമെന്ന തീരുമാനത്തിൽ വരികയും ചെയ്തു. 2024 സെപ്റ്റംബറിൽ വീടിന് കല്ലിടുകയും കല്ലിടുന്ന സമയത്തും പണിയുടെ സമയത്തും എല്ലായ്പ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഓരോ ഘട്ടത്തിലും വയ്ക്കുമായിരുന്നു. കട്ടിൽ വയ്ക്കുമ്പോഴും കോൺക്രീറ്റ് ചെയ്യുമ്പോഴും എല്ലാം മാതാവിൻ്റെ കാശുരൂപം വെച്ച് മാതാവ് തന്നെ വീട് പണി നോക്കണമെന്നും മാതാവ് തന്നെ ഞങ്ങൾക്കിത് ഭവനം നല്ല രീതിയിൽ പണിത് തരണമെന്നും മാതാവിന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചേർന്നു. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടെങ്കിലും മാതാവ് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാനും ഫെബ്രുവരി 2026 ഫെബ്രുവരി 7-ാം തീയതി മാതാവിൻ്റെ ദിവസം 7-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വെഞ്ചിരിപ്പ് നടത്തുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഈ ഒത്തിരി അനുഗ്രഹം നൽകിയതിന് മാതാവിന് കോടാനുകോടി നന്ദി. അമ്മയുടെ ദിവസമായ 7-ാം തീയതി തന്നെ ഞങ്ങൾക്ക് അത് വെഞ്ചിരിപ്പ് നടത്താൻ മാതാവ് സാഹചര്യം ഒരുക്കി തന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കൾ പരീക്ഷകൾ പോകുമ്പോൾ ഞാൻ അവരുടെ നെറ്റിയിലും തൈലം പൂശുകയും ഉപ്പ് കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യുമായിരുന്നു. അവർ നെറ്റിത്തുനിന്ന് തൈലവും ഉപ്പും പരീക്ഷ പേപ്പറിലാക്കുന്ന വഴി അവർക്ക് ഒത്തിരി വിജയങ്ങൾ പരീക്ഷകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ വയറിൽ പുരട്ടി പുറത്ത് പോകുമ്പോഴെല്ലാം വയറിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയിട്ടേ പുറത്ത് പോകുള്ളൂ. എനിക്ക് മോശം പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് വഴി പുറത്ത് പോകുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് എനിക്ക് മാറിക്കിട്ടുകയും മാതാവ് എന്നെ സംരക്ഷിക്കുകയും ചെയ്തു പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി എല്ലാ മാസവും ഞങ്ങളുടെ അവിടെയുള്ള ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും സ്ഥലത്തും എല്ലാം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഓർഫനേജിൽ പോവുകയും അവിടെ വേണ്ട സഹായങ്ങളും ഓൾഡ് ഏജ് ഹോമിൽ ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളും ഭവനമില്ലാത്തവർക്ക് ഭവനം വയ്ക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളും എല്ലാം വരുന്നവർക്ക് എല്ലാം അവരുടെ സാഹചര്യങ്ങൾ എന്താണോ അത് നോക്കി മനസ്സിലാക്കി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് കോടാനുകോടി നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ ആദ്യമൊന്നും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവില്ല, ഞായറാഴ്ചകളിലായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും തന്നെ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും തന്നെ മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഒക്കെ സാധിക്കണം. ബൈബിള് വായിക്കുന്നതിനും മുടക്കം വരാതെ തന്നെ ബൈബിള് വായിക്കാനും പരമാവധി ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ശ്രമിക്കുന്നുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു.